ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരുന്നത്. പാലക്കാട്ടെ ദയനീയ പരാജയവും യോഗത്തിൽ ഉന്നയിക്കാനുള്ള നീക്കമാണ് പാർട്ടിയിലെ കെ സുരേന്ദ്രൻ വിരുദ്ധ ചേരി നടത്തുന്നത്. സുരേന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് സുരേന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും. കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചതുപോലും നാടകമാണെന്ന വിലയിരുത്തലാണ് പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ എതിരാളികൾ ഉന്നയിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ അടിത്തറ വിപുലമാക്കുന്നതിനുള്ള പരിശ്രമത്തിനിടയിലാണ് പാലക്കാട്ടെ കനത്ത തിരിച്ചടി ഷോക്കായി മാറിയത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി വരുന്ന ഫെബ്രുവരിയിൽ അവസാനിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു സുരേന്ദ്രൻ. എന്നാൽ പാലക്കാട്ട് വിജയപ്രതീക്ഷയുണ്ടായിരുന്ന സി കൃഷ്ണകുമാറിന്റെ തോൽവിയും വോട്ട് ചോർച്ചയും രംഗത്തിന്റെ സ്വഭാവം ആകെ തകിടം മറിച്ചു. സുരേന്ദ്രന്റെ കസേര എപ്പോൾ വേണമെങ്കിലും പോകുമെന്ന സ്ഥിതിയിലായി എല്ലാ വിരലുകളും ചൂണ്ടുന്നത് സുരേന്ദ്രന് നേരെയാണ്. സുരേന്ദ്രനെ ഏറ്റവും അധികം പിന്തുണച്ചിരുന്ന വി മുരളീധരൻ പോലും അതിവിദഗ്ധമായി കൈകഴുകി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സംസ്ഥാന അധ്യക്ഷനാണ് പറയേണ്ടതെന്നും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ പറയാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലും വി മുരളീധരൻ അത്ര കണ്ട സജീവമായിരുന്നില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചുമതല ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും വി മുരളീധരൻ തന്ത്രപൂർവ്വമാണ് ഒഴിഞ്ഞു മാറിയത്. സംസ്ഥാന പ്രസിഡന്റ് മറുപടി പറയുമെന്നും തനിക്കുണ്ടായിരുന്നത് മഹാരാഷ്ട്രയിലെ ചുമതലയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.